ഹായ്, എല്ലാവർക്കും നമസ്കാരം. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ ഓടി വരുന്നത്? ഭയങ്കര ചൂടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന മണൽക്കുന്നുകൾ. പക്ഷേ ഇന്ന് നമ്മൾ ആ ചിത്രങ്ങൾക്കും അപ്പുറത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ ആരും അധികം സംസാരിക്കാത്ത മരുഭൂമികളുടെ നിഗൂഢമായ ലോകത്തേക്ക് ഒരു യാത്ര പോവാണ്. അപ്പോ ഈ യാത്രയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് എവിടുന്നാണെന്നോ? നമ്മുടെ 6ാം ക്ലാസ്സിലെ ഒരു ചെറിയ പാഠത്തിൽ നിന്നാണ്. പക്ഷേ നമ്മൾ ആ പാഠം അതുപോലെ പഠിക്കാൻ പോകുകയല്ല. അതിനപ്പുറം മരുഭൂമികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ടല്ലോ, അത് തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. എല്ലാവരും റെഡിയല്ലേ? എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പം നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഏതൊരു യാത്ര തുടങ്ങുമ്പോഴും നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് കറക്റ്റായിട്ട് അറിയണമല്ലോ. ഒറ്റനോട്ടത്തിൽ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഈ മരുഭൂമി എന്നൊരു വാക്കിന് പിന്നിൽ എന്താണ് ശരിക്കുമുള്ളത്? അതെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് ഒരു മരുഭൂമി? വെറുതെ മഴയില്ലാത്ത, നിറയെ മണലുള്ളൊരിടം എന്നതിലുപരി ഒരു സ്ഥലത്തെ മരുഭൂമിയാക്കി മാറ്റുന്ന യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കതിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവം. വളരെ വളരെ കുറച്ചു മാത്രം മഴ കിട്ടുന്ന വരണ്ടുണങ്ങിയ ഒരു വലിയ പ്രദേശം. ഈ വളരെ കുറവ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു കണക്കെന്താന്ന് വെച്ചാൽ, പല മരുഭൂമികളിലും ഒരു വർഷം മുഴുവൻ കിട്ടുന്ന മഴയുണ്ടല്ലോ, അത് നമ്മുടെ നാട്ടില് ഒരു ദിവസം പെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ വെള്ളമില്ലായ്മ, അതാണ് ഒരു മരുഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം. വെള്ളം ഇത്രയും കുറവായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകളും വളരെ വ്യത്യസ്തമായിരിക്കും അല്ലേ? കാറ്റടിക്കുമ്പോൾ രൂപം മാറിക്കൊണ്ടേയിരിക്കുന്ന വലിയ മണൽക്കുന്നുകള്, പിന്നെ ഒരുപാട് കാലം കൊണ്ട് കാറ്റടിച്ച് വിചിത്രമായ രൂപത്തിലായ പാറക്കൂട്ടങ്ങള്, പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഒറ്റയ്ക്ക് തല ഉയർത്തി നിൽക്കുന്ന ചില ചെടികളും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ മരുഭൂമിയുടെ ഒരു ചിത്രം കംപ്ലീറ്റ് ആകുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷേ ഈ യാത്രയിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. മരുഭൂമി എന്ന് കേട്ടാൽ നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നത് ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ ഒരു പടമാണ് അല്ലേ? പക്ഷെ സത്യം അതല്ല. എല്ലാ മരുഭൂമികളും അങ്ങനെയല്ല. ചിലത് നമ്മൾ വിചാരിക്കുന്ന പോലെ കത്തുന്ന ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ, മറ്റു ചിലത് എല്ലുപോലും മരവിച്ചു പോകുന്ന തണുപ്പുള്ള സാമ്രാജ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഹോട്ട് ഡെസേർട്ട്, അതായത് ഉഷ്ണമരുഭൂമിയിലേക്ക് പോകാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറ. അവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, പകൽ സമയത്ത് ടെമ്പറേച്ചർ ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് വരെ പോകും. ആ ചുട്ടുപഴുത്ത മണലിലേക്കൊരു തുള്ളി വെള്ളം വീണ അതേ സെക്കൻഡിലതാവിയായി പോവും. അതാണ് അവസ്ഥ. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസിലേക്ക് പോവാം, അതായത് കോൾഡ് ഡെസേർട്ട്, ശൈത്യമരുഭൂമി. നമ്മുടെ ഇന്ത്യയിലെ ലഡാക്ക് തന്നെ ഇതിനൊരു കിടിലൻ ഉദാഹരണമാണ്. ഇവിടെ മഴ വളരെ വളരെ കുറവാണ്. പക്ഷേ ടെമ്പറേച്ചറോ എപ്പോഴും 0നും ഒരുപാട് താഴെയായിരിക്കും. മണൽക്കുന്നുകൾക്ക് പകരം ഇവിടെ നമ്മൾ കാണുന്നതെന്താ? വരണ്ടുണങ്ങി തണുത്തുറഞ്ഞു കിടക്കുന്ന വലിയ മലനിരകളാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഒരു സ്ഥലത്തെ മരുഭൂമിയാക്കി മാറ്റുന്നത് അവിടുത്തെ ചൂടോ തണുപ്പോ അല്ല, മറിച്ച് വെള്ളത്തിന്റെ കുറവാണ്. സഹാറയില കത്തുന്ന ചൂടായാലും ശരി, ലഡാക്കിൽ അമരവിപ്പിക്കുന്ന തണുപ്പായാലും ശരി, രണ്ടിലും കോമണായിട്ടൊരൊറ്റ കാര്യമേ ഉള്ളൂ: വരൾച്ച, അല്ലെങ്കിൽ വെള്ളമില്ലായ്മ. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, ഇത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ, അത് ചൂടായാലും തണുപ്പായാലും, എങ്ങനെയാണ് അവിടെ ജീവൻ നിലനിൽക്കുന്നത്? അതൊരു അത്ഭുതം തന്നെയല്ലേ? നമുക്ക് ആ ഒരു സർവൈവലിന്റെ കല, അതായത് അതിജീവനത്തിന്റെ ആ ഒരു രീതിയെപ്പറ്റി ഒന്ന് നോക്കാം. മരുഭൂമിയിലെ ചെടികളുടെ കൂട്ടത്തിലെ രാജാവാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കള്ളിമുൾച്ചെടി. ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമെന്ന് തന്നെ ഇതിനെ പറയാം. കാരണം സാധാരണ ചെടികൾക്ക് ഇലകളാണല്ലോ ഉണ്ടാവുക, പക്ഷേ ഇതിന് മുള്ളുകളാണ്. എന്തിനാണെന്നോ? ഇലകളിലൂടെ വെള്ളം ആവിയായി നഷ്ടപ്പെടുന്നത് തടയാൻ. പിന്നെ അതിന്റെ ആ തടിച്ച ഭാഗമുണ്ടല്ലോ, അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനും ഇതിന് പറ്റും. കിടുവല്ലേ? നമ്മുടെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തുടങ്ങിയത് വളരെ സിമ്പിളായൊരു ചോദ്യത്തിൽ നിന്നായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോ നമ്മൾ പിരിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിലും വലിയ ചില ചോദ്യങ്ങളുണ്ട്. ഒരു സാധാരണ കള്ളിമുൾച്ചെടിക്ക് പോലും ജീവൻ നിലനിർത്താൻ വഴികളുള്ള ആ ലോകത്ത് ഇനിയും എന്തെല്ലാം അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവും? ആ മണൽപ്പരപ്പുകൾ ഒരുപാട് രഹസ്യങ്ങൾ ഇന്നും നമ്മളിൽ നിന്ന് മറച്ചുവെക്കുന്നുണ്ട്. ഈ വിശകലനം ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി.